അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അള്ളാഹു വലിയ ഇലാഹാണെന്നും ലാത്ത ഉസ്സ പോലത്തെ ബിംബങ്ങൾ ചെറിയ ചെറിയ ദൈവങ്ങളാണ് എന്നുമാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ കഅബയിൽ തവാഫ് ചെയ്യുമ്പോൾ തൽബിയത്ത് പറയാറുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു എന്നുള്ള തൽബിയത്ത്. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു, നിനക്ക് ഒരു കൂറുകാരനുമില്ല, നിന്റെ അധീനത്തിലുള്ള കൂറുകാരനല്ലാതെ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു എന്ന് പറഞ്ഞാൽ നിന്റെ അധീനത്തിലുള്ള കൂറുകാരനല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ അധീനത്തിലുള്ള ഒരുപാട് ലാത്ത ഉസ്സ പോലത്ത ശരീക്കന്മാരും ഉണ്ട്. അങ്ങനെയുള്ള ശരീക്കന്മാരല്ലാതെ വേറൊരു ശരീക്കന്മാരില്ല. അപ്പോ ലാത്ത ഉസ്സ പോലത്തൊക്കെ ചെറിയ ചെറിയ ഇലാഹുകളാണ്. അള്ളാഹു എന്നുള്ളത് വലിയ ഇലാഹുകളാണ് എന്നാണ് അവരുടെ വിശ്വാസവും അവരുടെ തൽബിയത്തും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ തൽബിയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹുസൈൻ സലഫി മക്ക മുശ്രിക്കീങ്ങളും ഇവിടുത്തെ സുന്നികളായ ആളുകളും ഒരുപോലെ വിശ്വാസമുള്ളവരാണ് എന്ന് വർത്തി തീർക്കാൻ വേണ്ടി ഇതിനെ തെറ്റായ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് KC നഗറിൽ നടന്നത്. ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട തോക്കി ഉസ്താദ് അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തൽബിയത്തിനിക്ക് ഹുസൈൻ സലഫി അർത്ഥം പറഞ്ഞതും തോക്കി ഉസ്താദ് അർത്ഥം പറഞ്ഞതും ഞാൻ പറഞ്ഞുതരാം. ഹുസൈൻ സലഫി അർത്ഥം പറഞ്ഞത് എന്താ? ലാ ശരീക ലക, നിനക്കൊരു കൂറുകാരനുമില്ല. മക്ക മുശ്രിക്കീങ്ങൾ പറയുന്ന വാചകമാണ്. ഇല്ലാ ശരീക്കൻ, ചില ശരീക്കന്മാരായ പങ്കുകാരുണ്ട്. ഉവലക്ക തംലിക്കുഹു, നിന്റെ അധീനത്തിലുള്ളതായ ശരീക്കന്മാരല്ലാതെ ഒരു ശരീക്കുമില്ല. അതെങ്ങനെയാണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട തോക്കി ഉസ്താദ് പറഞ്ഞു. അതിലേക്ക് ഉദാഹരണവും പറഞ്ഞു. മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിന്റെ കീഴിൽ ഒരുപാട് മന്ത്രിമാരുണ്ടാവും. ആ മന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പാലിക്കുന്നവരാണ്. ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ ഈ മന്ത്രിമാരും എതിരഭിപ്രായം പറയും. മാത്രമല്ല ഈ മറ്റുള്ള മന്ത്രിമാർ ഒരുമിച്ച് കൂടി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് നീക്കിക്കളയാനൊക്കെ കഴിയും. എന്നതുപോലെ നിന്റെ അധീനത്തിലുള്ള ചില ലാത്ത ഉസ്സ പോലത്തെ ശരീക്കന്മാർ നിനക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് തോക്കി ഉസ്താദ് വളരെ സ്പഷ്ടമായി പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വ്യാഖ്യാനം. എന്നാൽ ഹുസൈൻ സലഫി സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഇതിന്റെ അർത്ഥം പറഞ്ഞത് എന്താ? നിനക്ക് ഒരു കൂറുകാരനുമില്ല, ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലിക്കുഹു, നിന്റെ സഹായം കൊണ്ട് സഹായിക്കുന്ന, നിന്റെ നിയന്ത്രണം കൊണ്ട് നിയന്ത്രിക്കുന്ന, നിന്റെ സമ്മതം കൊണ്ട് പ്രവർത്തിക്കുന്ന ലാത്ത ഉസ്സ പോലത്തെ ശരീക്കമല്ലാതെ നിനക്ക് ശരീക്കില്ല. എന്തിനാണ് ഇത് പറഞ്ഞത്? ഹുസൈൻ സലഫി കള്ള വ്യാഖ്യാനം പറഞ്ഞത്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സഹായിക്കുന്ന ഔലിയാക്കന്മാർ, അള്ളാഹു കൊടുത്ത കറാമത്ത് കൊണ്ട് സഹായിക്കുന്ന ഔലിയാക്കന്മാർ, അള്ളാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കുന്ന അമ്പിയാക്കന്മാർ എന്ന് വിശ്വസിക്കുന്നത് പോലെ മക്ക മുശ്രിക്കീങ്ങളും അങ്ങനെ വിശ്വസിച്ചിരുന്നു ലാത്ത ഉസ്സനെ കൊണ്ട്. എന്നിട്ടും അവർ മുശ്രിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിന്റെ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്തു. ഓക്കെ, അത് പിടികൂടി. എവിടെയാണ്, ഏത് വാചകത്തിലാണ് നിങ്ങൾ ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളത്? വ്യക്തമായ ശരിയായ അർത്ഥത്തൊക്കെ ഉസ്താദ് അതിനെ വ്യാഖ്യാനിച്ച് തന്നു. ഹുസൈൻ സലഫിന്റെ മുമ്പിലിരുന്ന സാധാരണക്കാരായ കിതാബോധി പഠിക്കാത്ത ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും സുന്നികളുടെ വിശ്വാസവും ഒരുപോലെയാണെന്ന് ഓർത്തി തീർക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തു. അതിനെ ശക്തമായ ഭാഷയിൽ ശരിയായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് തോക്കി ഉസ്താദ് ഇന്നലെ പറഞ്ഞ ആ വിഷയം 100% എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാഹു തആല ദീർഘായുസ്സും
ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ.